സഹോദരങ്ങളെ, ഞാൻ പറമ്പിലോട്ട് എൻ്റെ ആടിനെ ഒന്ന് മാറ്റിക്കെട്ടാനായിട്ട് വന്നതാണേ. അപ്പോൾ ഇതാ എൻ്റെ ആടുകൾ. ഞാനിവരെ ഒന്ന് അഴിച്ചു വിട്ട് നിങ്ങളെ ഒന്ന് തീറ്റുകയും ഒക്കെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വചനവുമായിട്ട് എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങളുണ്ടായതിനെ പറ്റി നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുവാനും അതുപോലെ നിങ്ങൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെറുതെയാണ്, എനിക്ക് നല്ലപോലെ പാടാനൊന്നും അറിയില്ല, എങ്കിലും ചുമ്മാ ഒന്ന് പാടാമെന്ന് ഓർത്തായിരുന്നേ. പിന്നെ ഈശോട് ഞാനിപ്പോൾ എനിക്ക് പീസ്ഫുൾ പ്ലേസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലൂടെ ഞാൻ വചനങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 275 വചനങ്ങളോളം പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണണം. കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ തന്നാലും എനിക്ക് വിരോധമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളൊന്ന് കാണണം. കാരണം എൻ്റെ ജീവിതത്തിൽ ആ വചനത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ കുടുംബത്തിലെ ശാന്തിയും സമാധാനവും അതുപോലെ എൻ്റെ മക്കൾക്കാണെങ്കിലും നല്ല മാറ്റങ്ങളും. ഞങ്ങളുടെ കുടുംബത്തിലൊരു ഈശോയെ ദൈവത്തോട് കൂടിയുള്ള ഒരു സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്സായിട്ടൊരു വചനം കൂടി നിങ്ങളോട് പറഞ്ഞു തരാം. ഈശോയോട് ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വചനമുണ്ട്. അത് നമ്മളെന്നും പ്രാർത്ഥനയിൽ അതൊന്ന് ചൊല്ലി ആവർത്തിച്ച് ചൊല്ലി നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്കും. നമ്മുടെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും, നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മുടെ ഈശോയിൽ നിന്ന് അകന്നു പോകാൻ ഇഷ്ടപ്പെടുകയില്ല. അതിന് ഞാനൊരു വചനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2 സാമുവേൽ 7:29. അതിലിങ്ങനെ പറയുന്നുണ്ട്: അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഞാൻ അങ്ങനെ ഡെയിലി ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളും എൻ്റെ വന്നിരിക്കുന്ന മരുമക്കളോടാണെങ്കിലും ഞാൻ പറയും, നമ്മുടെ കുടുംബം ദൈവത്തോട് ചേർത്ത് നിൽക്കാൻ വേണ്ടി ഈ വചനം നിങ്ങളും പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവരെയും പഠിപ്പിച്ച് അവരും അത് എന്നോടൊപ്പം ഏറ്റുചൊല്ലും. എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയിൽ അത് ഏറ്റുചൊല്ലാറുണ്ട്. അങ്ങനെ നിങ്ങളും അതുപോലെ ഒരു വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് നോക്കും. നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും തമ്പുരാൻ ഇറങ്ങി വന്ന് നമുക്ക് തരുന്ന ഒരു അനുഭവം ഉണ്ടാവും. നമുക്ക് അതിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകണം. അതുപോലെ ഈശോയുടെ വചനങ്ങൾ, നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ രാവിലെ എന്നും പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അവിടുത്തെ കുർബാന കൂടുന്നു, ഇതൊന്നും അല്ല. നമ്മുടെ ഭവനത്തിലിരിക്കുന്ന നമ്മുടെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവൂ. അതുപോലെ തന്നെ നമ്മളിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതൊക്കെ പിന്നെ ഞാനൊരു ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം ഞാനൊരു ചെറിയ എൻ്റെ ഈശോയെ സ്തുതിക്കുന്നതായിട്ടും എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു ചെറിയ പാട്ട് ഞാൻ പാടാം. എനിക്ക് പാടാമെന്നും അറിയില്ല, എങ്കിലും ഞാനൊരു പാട്ട് പാടുവാണേ. ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരണം. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമം ദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമം ദേശത്ത് പോകുന്നു ഞാൻ. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലേലൊരൽപ്പവുമില്ലെനിക്ക്. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലേലൊരൽപ്പവുമില്ലെനിക്ക്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. നാനാ പരീക്ഷകൾ വേദനകൾ
നന്നായെനിക്കെന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കെന്നുണ്ടായിടിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയുമന്നു തീരും. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയുമന്നു തീരും. എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമം ദേശത്ത് പോകുന്നു ഞാൻ.